SIT രൂപീകരിച്ചതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. ആ നിയമപരമായ നടപടികളുമായി അന്വേഷണ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഇവിടെ മാത്രമല്ല, കേരളത്തിൽ ഉടനീളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് നേരെ, കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ, UDF പ്രവർത്തകന്മാർക്ക് നേരെ നടന്ന നരനായാട്ടുകളും അക്രമങ്ങളും നമ്മൾ ആരും മറന്നിട്ടില്ല. അവരുടെയെല്ലാം കഠിനാധ്വാനത്തിന്റെയും ആത്മാർത്ഥതയുടെയും ഫലമായിട്ടാണ് ഒരു UDF ഗവൺമെന്റ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ ചൊരിഞ്ഞ ചോരയ്ക്കും നിങ്ങളുടെ വിയർപ്പിനും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടായിരിക്കും ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുക എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ഈ അവസരം വിനിയോഗിക്കുക. അതിന്റെ അർത്ഥം എതിരാളികളെ പിച്ചു ചീന്തുന്ന പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണമായിരിക്കില്ല നമ്മുടേത്. ഞങ്ങളുടെ ആദ്യത്തെ ക്യാബിനറ്റിൽ ശ്രീ മുഖ്യമന്ത്രി VD സതീശൻ ഞങ്ങളെല്ലാവരും കൂടി എടുത്ത ഒരു തീരുമാനം, നമ്മുടെ പ്രിയങ്കരനായ നേതാവ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾ, അത് ഞാൻ തെരഞ്ഞെടുപ്പ് സമിതിയുടെ ചെയർമാനായിരുന്നു. ഞാനാണ് ഈ 5 ഗ്യാരണ്ടികൾ തയ്യാറാക്കാൻ നേതൃത്വം കൊടുത്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വനിതകൾക്കുള്ള യാത്രാ സൗജന്യമാണ്. ഇത് ആദ്യഘട്ടം മാത്രമാണ്. ഓർഡിനറി ബസ്സുകളിൽ വനിതകൾക്ക് യാത്രാ സൗകര്യം കൊടുത്തത്, സൗജന്യം. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ എല്ലായിടത്തും ഭയങ്കര തിരക്കാണ്. എല്ലാ ബസ്സിലും വനിതകൾ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂടെ ഭർത്താക്കന്മാരുള്ളത് കൊണ്ട് അവരുടെ ടിക്കറ്റ് കിട്ടും. അടുത്ത പടിയാണ് ഇനിയും ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെയുള്ള അടുത്ത പടി. അത് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും. വയോജന ക്ഷേമത്തിന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായൊരു വകുപ്പ് ഞാൻ കൊടുക്കുന്നതിനോട് പറയാം, ഇത് എന്റെ ഒരു നിർദ്ദേശമായിരുന്നു. ജപ്പാനിലുള്ള സിൽവർ ഇക്കോണമി കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾ ഒരു സംശയം വേണ്ട, ഈ ഗവൺമെന്റ് ലെറ്റർ ആൻഡ് സ്പിരിറ്റിൽ നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാട് ധാരാളം ദുരിതങ്ങൾ അനുഭവിച്ചു. കേരളം എത്ര പിന്നോട്ട് പോയി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി എന്താണ്? പ്രിയങ്കരനായ ശ്രീ G. സുധാകരൻ ഞങ്ങളെയൊക്കെ ഒത്തിരി എതിർത്തിട്ടുള്ള ആളാണ്. ഞങ്ങളും എതിർത്തിട്ടുണ്ട്. ശ്രീ വേണുഗോപാൽ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ അതെല്ലാം രാഷ്ട്രീയമായ മത്സരങ്ങളുടെ ഭാഗമായിരുന്നു. ഞങ്ങളാരും G. സുധാകരനെ അപമാനിച്ചിട്ടില്ല, ആക്ഷേപിച്ചിട്ടില്ല. ഞങ്ങളാരും G. സുധാകരന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെ ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് നേരെ ഉപയോഗിച്ച ഭാഷ ചെറ്റ എന്നായിരുന്നു. നികൃഷ്ട ജീവിയെന്നും അതുപോലെയുള്ള വാക്കുകൾ, പരനാറി എന്നുമൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ച പിണറായി വിജയൻ കേരളത്തിന്റെ മുൻ മന്ത്രി കൂടിയായ G. സുധാകരനെ, ഒന്നുമില്ല 40-45 വർഷം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ഒരു വ്യക്തിയെ വിളിച്ചത് ചെറ്റ എന്നാണ്. മുഖ്യമന്ത്രിയുടെ ആ പ്രയോഗമാണ് G. സുധാകരൻ 28,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചത്. അമ്പലപ്പുഴയിലെ ജനങ്ങൾ വിഡ്ഢികളൊന്നുമല്ലല്ലോ. അവർ നൽകിയ വിജയം ആവേശകരമായ ഒരു വിജയം തന്നെയാണ്. എന്തിന് തളിപ്പറമ്പ് ജയിക്കുന്നു, പയ്യന്നൂര് ജയിക്കുന്നു. KC വേണുഗോപാലിന്റെ വീട് പയ്യന്നൂരാണ്. നമ്മൾ പയ്യന്നൂര് പോകുമ്പം സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ പയ്യന്നൂര് ആദ്യമേ നമ്മളൊക്കെ എഴുതിത്തള്ളും, തളിപ്പറമ്പ് ആദ്യമേ നമ്മൾ എഴുതിത്തള്ളും. ഇത്തവണ പയ്യന്നൂരും തളിപ്പറമ്പും ജയിച്ചത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ ഇളകുന്നു എന്നുള്ള സൂചന തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി ദുർഗങ്ങളിൽ പാർട്ടി പ്രവർത്തകർ തന്നെ വോട്ട് ചെയ്ത UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നു. എത്ര പേരാണ് റിബലായി നിന്നത്?
എത്ര പേർ റിബലായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കേട്ടുകേഴ്വിയില്ലാത്ത കാര്യമല്ല ഇത്. ഇതിങ്ങനെ ചെയ്യാനുള്ള കാരണം പാർട്ടിക്കകത്തെ ഏകാധിപത്യവും ജനങ്ങളെ മറന്നുകൊണ്ടുള്ള ഭരണവും ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ആ സാഹചര്യം ഉണ്ടായത്. ഞാൻ ദീർഘമായി എല്ലാവർക്കും പ്രസംഗിക്കാൻ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മുടെ കടമയും ഉത്തരവാദിത്വവും വളരെ വലുതാണ്. ഈ ബഡ്ജറ്റിൽ ആലപ്പുഴയ്ക്ക് വേണ്ടി പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ടൂറിസം ഇടനാഴി, വ്യാവസായിക ഇടനാഴി ഉൾപ്പെടെയുള്ള നിരവധിയായ കാര്യങ്ങൾ ഈ ബഡ്ജറ്റിൽ ഈ ഗവൺമെന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. ഞാൻ കയർ വകുപ്പിന്റെ മന്ത്രി കൂടിയാണ്. കയർ എന്ന് പറയുന്നത് കയറിന്റെ റാട്ടിന്റെ ശബ്ദം കേട്ടാണ് ഞാൻ 1982 ഹരിപ്പാട് മത്സരിക്കുമ്പോൾ കയർ കളങ്ങളിലെ കയറിന്റെ റാട്ടിന്റെ ശബ്ദം കേട്ടാണ് ഞാൻ അവിടെ മത്സരിച്ചതും വളർന്നതും MLA ആയിരുന്നു. അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ കാരണം ഈ മേഖല ശക്തമായ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. 3-4 ലക്ഷത്തോളം തൊഴിലാളികളും ശമ്പളം കിട്ടാതെ മാസങ്ങളായി നിൽക്കുന്ന ഈ തൊഴിലാളികൾ, അവരുടെ പ്രയാസങ്ങൾ, പിരിമേഖലയും ഉൽപാദന മേഖലയും നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ, അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. മാറിവരുന്ന ഈ സാഹചര്യത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള കാതലായ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകും. ഞാൻ തൊഴിലാളി നേതാക്കന്മാരെ വിളിച്ച് സംസാരിച്ചു. അതോടൊപ്പം തന്നെ മാനേജ്മെന്റ്, കയർഫെഡിന്റെയും കയർ കോർപ്പറേഷന്റെയും മെഷീനറിയുടെയും ഒക്കെ ഭാരവാഹി അതിന്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് സംസാരിച്ചു. എക്സ്പോർട്ടർമാരുമായി 4-ാം തീയതി യോഗം ചേരുന്നു. നമ്മുടെ പ്രിയങ്കരായ വേണുഗോപാൽ ഇവിടെ പറഞ്ഞതുപോലെ ഒരു കാര്യം ഞാൻ പറയുന്നു, 10 വർഷമില്ലാത്ത ആനുകൂല്യങ്ങൾ കേരളത്തിലെ ആലപ്പുഴയിലെ കയർ തൊഴിലാളികൾക്ക് വാങ്ങിക്കൊടുക്കുമെന്നാണ് പറയാൻ ഞാൻ ഈ അവസരം ചെയ്യുന്നു. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ, കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. ഞാൻ ഈ ഗവൺമെന്റ് മന്ത്രിയായ ശേഷം ആദ്യമായി എടുത്തൊരു പരിപാടിയുണ്ട്. ആ പരിപാടിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഓപ്പറേഷൻ തുഫാൻ നമ്മുടെ നാട്ടിലെ പുതിയ തലമുറയെ തകർക്കുന്ന മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടമാണത്. ഇത് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല എങ്കിൽ ഭാവി തലമുറ കേരളത്തിൽ എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല.